പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം വലിയൊരു ചുണ്ടുപലകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മുന്നണികൾ, പ്രധാനപ്പെട്ട 3 മുന്നണികളും UDF, LDF, NDA മുന്നണികൾ കച്ചമുറുക്കുന്ന ഈ ഒരു സമയത്ത് അപ്പോഴാണ് മുന്നണി വിപുലീകരണത്തിൻ്റെ സാധ്യതകൾ എല്ലാ പക്ഷവും തേടുന്നത്. കൂടുവിട്ട് കൂടുമാറ്റത്തിൻ്റെ കാലഘട്ടം. അതുകൊണ്ട് ഒരുപക്ഷെ UDF സംവിധാനം ഫെബ്രുവരി ആദ്യം പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു യാത്രയിലേക്ക് നീങ്ങുകയാണ്. കേരളം ഒപ്പാടെയുള്ള വടക്ക് നിന്ന് തെക്കോട്ടുള്ളൊരു യാത്ര. അതിനു മുൻപ് തന്നെ മുന്നണിയിൽ ഘടകകക്ഷികൾ പുതിയതായി പ്രവേശിക്കണം എങ്കിൽ അതിൻ്റെ തീരുമാനങ്ങൾ ഉണ്ടാവണം. ആ ഒരു നിലയിലാണ് കഴിഞ്ഞ ദിവസം 3 കക്ഷികൾ UDFൻ്റെ അസോസിയേറ്റ് മെമ്പേഴ്സായി വരുന്നു എന്ന ഒരു ധാരണയുണ്ടായത്. അതിൽ 2 കക്ഷികളുടെ കാര്യത്തിൽ കൃത്യമായ ധാരണ ഉണ്ടായിരിക്കുന്നു. അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഏറെക്കാലമായി UDFൽ പൂർണ്ണ അംഗത്വം ആഗ്രഹിക്കുന്ന PV അൻവറിന് അസോസിയേറ്റ് അംഗത്വം കൊടുക്കാൻ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ UDF സന്നദ്ധമായതാണ്. VD സതീശൻ്റെ പിടിവാശി കൊണ്ട് മാത്രമാണ് അത് നടക്കാതെ പോയത്. അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് UDFനോട് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം കൂറുകാട്ടി. PV അൻവർ കൂറുകാട്ടി. അദ്ദേഹം മുൻ കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. നിലമ്പൂർ ഏറനാട് മേഖലയിൽ സാമാന്യം നല്ല സ്വാധീനമുള്ള ഒരു ജനകീയ നേതാവ് കൂടിയാണ്. അദ്ദേഹം LDF ബാന്ധവം ഉപേക്ഷിച്ച് UDF പക്ഷത്തേക്ക് ചേക്കേറുന്നു. പക്ഷേ പൂർണ്ണ UDF അംഗത്വം കൊടുക്കാനാവില്ല എന്ന കോൺഗ്രസിൻ്റെ നിലപാട് അവസാനം അൻവറിനെ അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു. PV അൻവേഴ്സ് പാർട്ടി, ദാറ്റ് ഈസ് തൃണമൂൽ കോൺഗ്രസ്, വിൽ ബി എൻ അസോസിയേറ്റ് മെമ്പർ ഓഫ് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. നോക്കൂ, അൻവറിൻ്റെ പാർട്ടിയുടെ പ്രത്യേകത എന്താണ്? ഒരു ദേശീയ തലത്തിൽ വേരുകളുള്ള പാർട്ടിയാണ്. ബംഗാൾ പാർട്ടിയാണ്. തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ പാർട്ടിയാണ്. കോൺഗ്രസിന് 1 ഇഞ്ച് സ്ഥലം ബംഗാളിൽ കൊടുക്കാൻ മമതാ ബാനർജി തയ്യാറാവില്ല. ത്രിപുരയിലും തൃണമൂൽ സാന്നിധ്യമുണ്ട്. അതുപോലെ വടക്ക് കിഴക്കൻ മേഖലയിലെ പല സംസ്ഥാനങ്ങളിലും തൃണമൂലിന് ചെറിയ യൂണിറ്റുകളുണ്ട്. അതുകൊണ്ട് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പാർട്ടിക്ക് സംസ്ഥാനത്തെ PV അൻവർ എന്ന ഒറ്റ നേതാവിൻ്റെ പിൻബലത്തിൽ എത്രത്തോളം തുടരാനാവുമെന്നത് സംശയമാണ്. പക്ഷേ നിലവിൽ അസോസിയേറ്റ് മെമ്പറാണ്. അസോസിയേറ്റ് മെമ്പർമാരുടെ പ്രത്യേകത മുന്നണി യോഗങ്ങളിൽ പങ്കെടുക്കാനാവില്ല. പ്രത്യേക ക്ഷണിതാക്കളായി വേണമെങ്കിൽ പങ്കെടുക്കാം. അതേസമയം സീറ്റ് ധാരണകളിൽ മത്സരിക്കാം. ഇപ്പം നോക്കൂ, RMP അതായത് TP ചന്ദ്രശേഖരൻ്റെ ഭാര്യ രമ ഫ്ലോട്ട് ചെയ്ത പാർട്ടിയാണ് RMP. ഇപ്പോൾ വടകര മേഖലയിൽ സാന്നിധ്യമാണ്. RMPയുടെ MLA ആണ് തീർച്ചയായും TP ചന്ദ്രശേഖരൻ്റെ ഭാര്യ. അപ്പോൾ അവിടെ അസോസിയേറ്റ് മെമ്പർ എന്ന് പറയുമ്പോൾ UDFൻ്റെ ബ്ലോക്കിനോടൊപ്പം ഇരിക്കാനാവില്ല, പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടി വരും. പക്ഷേ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ ധാരണ ഉണ്ടാവും. ആ രീതിയിൽ തന്നെയാണ് PV അൻവറും മുന്നോട്ട് പോകുന്നത്. KK രമയുടെ മോഡലിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് PV അൻവർ. രണ്ടാമത്തെ ആള് CK ജാനു ആണ്. CK ജാനു നമുക്കറിയാം, ആദിവാസി ഗോത്ര സഭയുടെ നേതാവായിരുന്നു. ഒരു ചെറിയ പാർട്ടിയെ നയിക്കുന്നയാളാണ്. ഗോത്രവർഗക്കാർക്കിടയിൽ വലിയ ഒരു സാന്നിധ്യവും മുഖവുമാണ് തീർച്ചയായും CK ജാനു. വയനാട് മേഖലയിലെങ്കിലും അല്ലെങ്കിൽ ആദിവാസികൾക്ക് നിർണായക സ്വാധീനമുള്ള മേഖലകളിൽ ചെറിയ ചലനമുണ്ടാക്കാൻ കഴിയും. ജാനുവിൻ്റെ ഒരു വിഷയം, മുത്തങ്ങ വിഷയത്തിലൊക്കെ UDF ഗവൺമെൻറ് അന്നെടുത്ത നിലപാട്, വെടിവെപ്പ്, അതിനോടൊക്കെയുള്ളൊരു പ്രതിഷേധം കൊണ്ടാണ് UDF വിരുദ്ധത ജാനുവിൻ്റെ മുഖമുദ്രയാക്കിയത്. ഇപ്പോൾ അതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. CK ജാനു NDA പാളയത്തിൽ നിന്നും UDFലേക്ക് എത്തുകയാണ്, വീണ്ടും അസോസിയേറ്റ് മെമ്പറായി. NDAയിൽ വേണ്ട പരിഗണനയൊന്നും CK ജാനുവിന് ലഭിച്ചില്ല. കാരണം NDAയുടെ ആദർശങ്ങളോടോ NDAയുടെ രീതികളോടോ പ്രത്യേകിച്ച് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടുകളോടോ ഒന്നും CK ജാനുവിന് വലിയ മതിപ്പുണ്ടായിരുന്നില്ല. മത്സരിക്കാൻ അവസരം ലഭിച്ചു, പക്ഷേ കാര്യമായ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. 3ാം സ്ഥാനത്ത് പോകാനായിരുന്നു മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിലൊക്കെ CK ജാനുവിൻ്റെ വിധി. അതുകൊണ്ട് UDFൽ നിന്നാൽ ഒക്കുമെങ്കിൽ ഏതെങ്കിലും ഒരു സീറ്റ് ജാനുവിന് വേണ്ടി എങ്കിലും സാധിക്കുമോ എന്നതാണ് ചിന്ത. പക്ഷേ UDFന് ഇപ്പോൾ നിലവിൽ കൊടുക്കാൻ വയനാട് മണ്ഡലത്തിലെ വയനാട് ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളും കോൺഗ്രസ് മത്സരിക്കുന്ന സ്ഥലങ്ങളാണ്. അതൊന്നും വിട്ടുകൊടുക്കാൻ കോൺഗ്രസിന് കഴിയില്ല. മറ്റേതെങ്കിലും ഇടത്ത് ഒരു സീറ്റ്, ഒരു സംവരണ സീറ്റെങ്കിലും, പട്ടികജാതി പട്ടികവർഗ സംവരണ സീറ്റെങ്കിലും കൊടുക്കാൻ സാധിക്കുമോ എന്ന ചിന്തയിലാണ് കോൺഗ്രസ്. ഒരുപക്ഷെ നടന്നിരിക്കില്ല എങ്കിലും കോർപ്പറേഷൻ ബോർഡുകളുടെ അധ്യക്ഷസ്ഥാനം ഉൾപ്പെടെ UDF ഭരണത്തിൽ വന്നാൽ CK ജാനുവിൻ്റെ താല്പര്യങ്ങൾ, ഗോത്ര സഭയുടെ താല്പര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്യപ്പെടും എന്ന ചിന്ത വളരെ പ്രബലമാണ്. അതുകൊണ്ടാണ് ജാനുവിൻ്റെ ഒരു എൻട്രി ആസ് എൻ അസോസിയേറ്റ് മെമ്പർ. മൂന്നാമത് ഒരാൾ വിഷ്ണുപുരം ചന്ദ്രശേഖർ. അദ്ദേഹത്തിൻ്റെ പാർട്ടി കേരള കാമരാജ്
കോൺഗ്രസ്, അങ്ങനെ ഒരു പാർട്ടിയെക്കുറിച്ച് അധികം പേരൊന്നും കേട്ടിട്ടില്ല. പക്ഷേ തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ മേഖലയിൽ, പ്രത്യേകിച്ച് നാടാർ ബെൽറ്റിലൊക്കെ സാമാന്യം പിന്തുണയുള്ള ഒരു ചെറിയ ഘടകമാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ BJPയുടെ തേരോട്ടം അതൊന്ന് അവസാനിപ്പിക്കണം എങ്കിൽ തന്നാലാവുന്നത് ചെയ്യാൻ ചെറിയ ഒരു ഗ്രൂപ്പിനും സാധിക്കും. പ്രത്യേകിച്ച് NDA മുന്നണിയിലായിരുന്നു CK ജാനുവിൻ്റെ പാർട്ടിയും ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ പാർട്ടിയും NDAയിലായിരുന്നത്. ഇപ്പോൾ ഇതാ UDFിലേക്ക് വരുന്നു എന്ന പ്രതീതി ജനിപ്പിച്ചു. നിരവധി തവണ UDF നേതാക്കളെ വിഷ്ണുപുരം ചന്ദ്രശേഖർ സന്ദർശിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയും മുന്നണി പ്രവേശനത്തിന് താല്പര്യം അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ VD സതീശൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ആ പാർട്ടിയുടെ സാന്നിധ്യം, കേരള കാമരാജ് കോൺഗ്രസിൻ്റെ സാന്നിധ്യം UDFിൽ അസോസിയേറ്റ് മെമ്പറായി ഉണ്ടാകും എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ചന്ദ്രശേഖരൻ വെടിപൊട്ടിച്ചിരിക്കുന്നു. ഞങ്ങൾ ഒരിടത്തോട്ടുമില്ല, ഞങ്ങളുടെ ജൈവികമായി BJPയുടെ കൂടെ നിൽക്കുന്ന കക്ഷിയാണ്, NDA മുന്നണി വിടാൻ തക്ക സാഹചര്യമില്ല, അവിടെ നിന്ന് അവഗണനയുണ്ട്, ശരിയാണ്. പക്ഷേ ഇപ്പോൾ UDFിൽ ചേരാനുള്ള സാഹചര്യമില്ല എന്ന് തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ഒരു പരിധിവരെ സതീശന് മുഖം നഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, വേണ്ടെങ്കിൽ വേണ്ട, വരണ്ടെങ്കിൽ വരണ്ട, ഞങ്ങൾ കൈകാര്യം ചെയ്തു കൊള്ളാം. നോക്കൂ, 20% കൂടുതൽ വോട്ട് ഷെയർ തിരുവനന്തപുരം ജില്ലയിൽ BJPക്കുണ്ട്. മറ്റൊരു ജില്ലയിലും 14% കൂടുതൽ വോട്ട് ഷെയർ BJPക്ക്, 14.5% കൂടുതൽ വോട്ട് ഷെയർ BJPക്കില്ല എന്ന് നോക്കണം. ഈ 20% എന്നത് കൺവേർട്ട് ചെയ്ത് ഒരു 28-30% കഴിഞ്ഞാൽ ബഹുകോണ മത്സരത്തിൽ ഒരുപക്ഷെ ജയിച്ചു വരാൻ കഴിയുന്ന മണ്ഡലങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ പലതുമുണ്ട്. പ്രത്യേകിച്ച് നഗര കേന്ദ്രീകൃതമായ മണ്ഡലങ്ങളാണ്. വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, ഒരു പരിധിവരെ കാട്ടാക്കട മണ്ഡലങ്ങളിലൊക്കെ വിജയസാധ്യതയുണ്ട്. തിരുവനന്തപുരം തീരദേശ മണ്ഡലം ഒക്കെ തന്നെ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. അവിടെയൊക്കെ ലഭിക്കുന്ന ചെറിയ പാർട്ടികളുടെ ലഭിക്കുന്ന വോട്ടുകൾ ഉൾപ്പെടെ NDAക്ക് നിർണായകമാകും. NDAയിൽ നിന്നും ഈ പറയുന്ന വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ പാർട്ടിയെ അടർത്തിയെടുത്താൽ UDFിന് ചെറിയ മെച്ചമുണ്ടാകും. പക്ഷെ അത് ഇപ്പോൾ അടഞ്ഞ അധ്യായമായി തൽക്കാലത്തേക്കെങ്കിലും മാറിയിരിക്കുന്നു. ഒരു സീറ്റ് കൊടുക്കാൻ UDFിന് ഉണ്ടാവില്ല എന്നതായിരിക്കാം ഒരുപക്ഷെ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ അലട്ടുന്ന വിഷയം. അത് മാത്രമല്ല, ഒരുപക്ഷെ കോർപ്പറേഷൻ കേന്ദ്രത്തിന് ഏതെങ്കിലും രീതിയിലൊക്കെ ഒരു ഓഫർ കൊടുത്തു കാണും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ്. ഈ 3 കാര്യങ്ങളാണ് UDFിലേക്കുള്ള പ്രവേശന കവാടം. അതേസമയം മറ്റൊരു പാർട്ടി BDJS, ഏറെക്കാലമായി, കഴിഞ്ഞ 9 വർഷമായി NDA മുന്നണിയിൽ ഉറച്ചു നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന BDJS BJP ബാന്ധവം ഉപേക്ഷിക്കുന്നു എന്ന ഒരു കിംവദന്തി കുറെ കാലമായി കേൾക്കുന്നു. മാത്രമല്ല, LDFിന് നഷ്ടപ്പെട്ടു പോയ ഈഴവ അടിത്തറ അത് BJPയിലേക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ് LDFിന്റെ പരിഭവം. അത് തിരിച്ചു പിടിക്കാൻ, ഭാഗികമായെങ്കിലും തിരിച്ചു പിടിക്കാൻ തുഷാർ വെള്ളാപ്പള്ളിയും കൂട്ടരെയും തിരിച്ചു വേണം എന്ന ചിന്ത ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലെങ്കിലും അല്ല ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തെങ്കിലും ഉയർന്നത് കണ്ടു. പക്ഷേ അതിനോടൊന്നും കാര്യമായൊരു പ്രതികരണം ഉണ്ടായതായി കാണുന്നില്ല. പക്ഷേ BDJSന് മുന്നോട്ട് പോകണമെങ്കിൽ ഇനി തീർച്ചയായും ഏതെങ്കിലും ഒരു മുന്നണിയുമായി, പ്രബല മുന്നണികളിൽ ഒന്നായ LDFിനോടോ UDFിനോടോ യോജിക്കേണ്ട ഒരവസ്ഥ വരും. കാരണം അധികാരമില്ലാതെ എത്ര കാലം നിൽക്കാനാണ്? കേന്ദ്രം ഏതെങ്കിലും കാരണവശാലോ രാജ്യസഭാ സീറ്റ് തുഷാർ വെള്ളാപ്പള്ളിക്ക് നൽകും എന്ന പ്രതീക്ഷ അസ്ഥാനത്തായിരിക്കുന്നു. ഇനി അങ്ങനെ ഒരു സാധ്യത ഒരുപക്ഷെ തുഷാർ വെള്ളാപ്പള്ളി പോലും ഇപ്പോൾ കാണുന്നില്ല. അല്ല എങ്കിൽ വ്യക്തമായ ഓഫറുകൾ കൊടുക്കാൻ കഴിയണം. പിൽക്കാലത്ത് പ്രാവർത്തികമാക്കാൻ തക്ക ജെനുവിൻ ടാഞ്ചിബിൾ ഓഫേഴ്സ് കൊടുക്കാൻ കഴിയണം. അല്ല എങ്കിൽ BDJS ഏതെങ്കിലും ഒരു മുന്നണിയിൽ, കൂടുതൽ സാധ്യത ഇടതുപക്ഷ മുന്നണിയിൽ, തൻ്റെ പിതാവ് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുകയാണ് തുഷാർ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം. വെള്ളാപ്പള്ളി നടേശൻ ഒരു ബാധ്യതയാണ് LDFിന് ഒരു പരിധിവരെ. അതേസമയം തന്നെ അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു പിൻബലം, ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഒരു ഔപചാരിക SNDP യോഗത്തിൻ്റെ ഒക്കെ പിന്തുണ പേരിലെങ്കിലും LDFിന് ക്ലെയിം ചെയ്യുകയും ചെയ്യാം. LDFിന്റെ ശക്തമായ അടിത്തറ എക്കാലത്തും ഈഴവ സമുദായത്തിന്, കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമാണ്, 26-27% ജനങ്ങളുള്ള കേരള ജനങ്ങളുള്ള ഈഴവ സമൂഹത്തിന്റെ വോട്ടുകൾ തീർച്ചയായും LDFിനാണ് കൂടുതൽ ഭൂരിപക്ഷവും മഹാഭൂരിപക്ഷവും പോൾ ചെയ്തിരുന്നത്. അതിൽ നിന്നും മാറ്റമുണ്ടാകാൻ LDF ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചാൽ അത്ഭുതപ്പെടാനില്ല. BDJS ഇടതുപക്ഷത്തേക്ക് വരികയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതയാണ്. പക്ഷേ 2 ചെറിയ പാർട്ടികൾ, അതായത് ഈ സോഷ്യലിസ്റ്റ് പാർട്ടി പല രൂപത്തിൽ നിൽക്കുകയാണ് ഇന്ന്. ജനതാദൾ സെക്യുലർ, മാത്യു ടി തോമസ് ഒക്കെ നേതൃത്വം നൽകുന്ന ജനതാദൾ സെക്യുലർ, അത് കർണാടകത്തിലെ പാർട്ടിയാണ്, ദേവഗൌഡയുടെ പാർട്ടിയാണ്, ഇടതുപക്ഷം നിൽക്കുകയാണ്. അത് BJP ബന്ധമുള്ള പാർട്ടി എന്ന ആരോപണം സഹിച്ചുകൊണ്ട് തന്നെ ഇവിടെ തന്ത്രപരമായ നിലപാടെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ആ പാർട്ടി അവിടെ നിന്നിടത്തും പോകാൻ സാധ്യതയില്ല. ഇടതുപക്ഷത്ത് തുടരാൻ തന്നെയാണ് സാധ്യത. പക്ഷേ RJD, രാഷ്ട്രീയ ജനതാദൾ, ബീഹാറിൽ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി,
RJD സോഷ്യലിസ്റ്റുകളുടെ പാർട്ടിയാണ്. ജനതാദൾ എസും RJDയും തീർച്ചയായും സോഷ്യലിസ്റ്റ് പശ്ചാത്തലമുള്ള കമ്മ്യൂണിസ്റ്റുകളല്ല, പക്ഷേ സോഷ്യലിസ്റ്റുകളാണ്. അത് വടകര, ഒഞ്ചിയം, ഏറാമല, കോഴിക്കോട് ജില്ലയുടെ ചില ഭാഗങ്ങൾ ഒക്കെ തന്നെ നല്ല സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ്. അപ്പം അതിൻ്റെ മുൻ നേതാവ്, അവിഭക്ത ജനതാദൾ നേതാവ് MP വീരേന്ദ്രകുമാറിന് കോഴിക്കോട് ലോക്സഭാ സീറ്റ് നിഷേധിച്ചതുകൊണ്ടാണല്ലോ LDF വിട്ട് വീരേന്ദ്രകുമാറിന് പോകേണ്ടി വന്നത്. അപ്പം അവശേഷിക്കുന്ന അംഗങ്ങൾ പല പാർട്ടികളിലായി നിൽക്കുന്നു. അതിൽ RJD, ഡോക്ടർ വർഗീസ് ജോർജ് ഒക്കെ നേതൃത്വം നൽകുന്ന RJD എന്ന പാർട്ടി ഒരുപക്ഷെ UDFിലേക്ക് വരാനുള്ള സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. കാരണം ഭരണത്തിലേക്ക് വരാൻ ഒരു അസോസിയേറ്റ് മെമ്പറായി വരികയും പിന്നീട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം ലഭിക്കുകയും മത്സരിച്ചാൽ ഒരുപക്ഷെ ഒരു മന്ത്രിസ്ഥാനം ഉൾപ്പെടെ ലഭിക്കാൻ സാധ്യതയുള്ളതുമായ ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ, ലോഹിയായിട്ട് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ തീർച്ചയായും RJD അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടാകാം. ഈ തരുണത്തിൽ ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു ഓഫറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടേക്കോ ഇല്ല എന്നതാണ് സത്യം. പക്ഷേ നാളുകളിൽ അത് സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പക്ഷെ ഏറ്റവും അധികം മുന്നണി മാറ്റത്തിന്റെ ഏറ്റവും അധികം സാധ്യത ചർച്ച ചെയ്യപ്പെടുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ്. യഥാർത്ഥം നോക്കൂ, അധികാരമില്ലാതെ കേരള കോൺഗ്രസുകൾക്ക് അധികം കാലം നിൽക്കാനാവില്ല. അത് കോൺഗ്രസുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാറുണ്ട്. KM മാണിയുടെ പ്രിയപുത്രൻ ജോസ് കെ മാണിക്ക് മത്സരിക്കാൻ ഒരു സീറ്റില്ലാത്ത അവസ്ഥയാണിപ്പോൾ. അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെട്ടതാണ് പാലായിൽ. തൻ്റെ പിതാവിൻ്റെ തട്ടകത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ മത്സരിച്ച് ഗംഭീര ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പക്ഷേ പാലായിൽ KM മാണിയുടെ മകന് പാലാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. രാജ്യസഭയിലേക്ക് അദ്ദേഹം അക്കോമഡേറ്റ് ചെയ്യപ്പെട്ടു. LDF കെയർ ഓഫിൽ ആ കാലാവധി അവസാനിക്കുന്നു. നിയമസഭയിലേക്ക് തനിക്കൊരു അംഗത്തിന് അവസരമുണ്ടാകണം. അങ്ങനെയെങ്കിൽ തീർച്ചയായും LDF സീറ്റ് കൊടുക്കും, സംശയമൊന്നുമില്ല. പക്ഷേ LDF ലേബലിൽ പാലായിൽ ഒരിക്കൽ കൂടി മത്സരിച്ച് ജയിക്കാൻ ജോസ് കെ മാണിക്ക് ആവുമോ? അതൊരു വലിയ ചോദ്യമാണ്. എന്നാൽ UDFിലാണ് ജോസ് കെ മാണി എങ്കിൽ കൃത്യമായി പാലാ സീറ്റ് ജയിച്ചു വരാം. പക്ഷെ അവിടെ UDFിൻ്റെ വിജയിയായ പാലയിലെ വിജയ് മാറിക്കൊടുക്കാൻ സന്നദ്ധമാകുമോ എന്നത്. മാണി സി കാപ്പൻ എന്ന MLA മാറിക്കൊടുക്കാൻ തയ്യാറാവില്ല എന്ന് കട്ടക്കൊക്കെ പ്രഖ്യാപിച്ചു. അല്ലെങ്കിൽ കടുത്തുരുത്തിയാണ് പിന്നീട് സ്വാധീനമുള്ള വലിയ കൃത്യമായി ജയിച്ചു വരാൻ കഴിയുന്ന കേരള കോൺഗ്രസുകൾക്ക് ജയിക്കാൻ കഴിയുന്ന അവിടെ മോൻസ് ജോസഫ് ഒരു കാരണവശാലും കേരള കോൺഗ്രസ് ജോസഫിൽ നിന്നും നിൽക്കുന്ന മോൻസ് ജോസഫ് പിന്മാറാൻ ഒരു കാരണവശാലും സാധ്യതയില്ല. അതുമാത്രമല്ല, ഈ വിവരം, ഈ വാർത്ത KM മാണിയുടെ മകൻ ഒരിക്കലും അപേക്ഷയുമായി UDFിലേക്ക് പോയി എന്നാരും പറയുന്നില്ല. UDFിൻ്റെ മുന്നണി കൺവീനറും ഒക്കെ ഒരു ക്ഷണം നടത്തി. ആർക്കും വരാം, കേരള കോൺഗ്രസ് മാണി ബുദ്ധിമുട്ടി അവിടെ നിൽക്കേണ്ടതില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് സംഭവിച്ചത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ജയിച്ചു വന്നിരുന്നു, LDF ജയിച്ചു വന്നിരുന്നു എങ്കിൽ ഒരുപക്ഷെ ജില്ലാ പഞ്ചായത്തിന് അധ്യക്ഷ സ്ഥാനം ലഭിക്കുമായിരുന്നു. പാലാ നഗരസഭ പോലും അവരുടെ കൈപ്പിടിയിലല്ല. ഇപ്പോൾ ഇതാ സ്വതന്ത്ര അംഗങ്ങൾ, ബിനു പുളിക്കക്കണ്ടം, അദ്ദേഹത്തിൻ്റെ ബ്രദർ, അദ്ദേഹത്തിൻ്റെ മകൾ, ഈ 3 പേരും ചേർന്ന് തീരുമാനിക്കും ആരാകണം ഭരണത്തിലെന്ന്. അവർ തന്നെ ആകാനാണ് സാധ്യത. UDFിന് പിന്തുണ ലഭിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ പാലാ നഗരസഭ പോലും കേരള കോൺഗ്രസ് മാണിക്ക് നഷ്ടപ്പെടുന്ന അന്തരീക്ഷത്തിൽ UDF പ്രവേശം സ്വാഭാവികമായി UDF അനുകൂല ഒരു തരംഗമുണ്ടാകാൻ കോട്ടയം ജില്ലയിലെങ്കിലും സാധ്യതയുണ്ട്. അതിൻ്റെ തേരിലേറി കുറേ സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 5 സീറ്റുകളാണ് ജയിച്ചു വന്നിട്ടുള്ളത്. 12 സീറ്റിൽ മത്സരിച്ച് 5 സീറ്റിലാണ് LDFിന് വേണ്ടി മാണി വിഭാഗം ജയിച്ചു വന്നത്. ഒരുപക്ഷെ UDFുമായി വിലപേശി ഏതാനും സീറ്റുകൾ, 12 സീറ്റൊന്നും ലഭിക്കില്ലായിരിക്കും, 6-7 സീറ്റുകൾ ലഭിക്കാം. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് 10 സീറ്റിൽ മത്സരിച്ച് 2 സീറ്റിലാണ് ജയിച്ചത് UDFിൽ നിന്നുകൊണ്ട്. രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 12 + 10 22 സീറ്റുകൾ കേരള കോൺഗ്രസുകൾക്കായി നീക്കി വയ്ക്കാൻ UDF സംവിധാനത്തിന് ഒരു വലിപ്പമില്ല. അത്രയും സീറ്റുകൾ കൊടുക്കാനില്ല. കോൺഗ്രസ് പാർട്ടിക്ക് മത്സരിക്കേണ്ടേ അവിടെ. മധ്യതിരുവിതാംകൂറിലെ എല്ലാ സീറ്റുകളും കേരള കോൺഗ്രസിന് കൊടുക്കാനാവില്ലല്ലോ. അതുകൊണ്ട് ഒരുപക്ഷെ ആ മോഹം പൂവണിയില്ല. പക്ഷേ റെഡ്യൂസ്ഡ് നമ്പർ രണ്ടും കൂടെ ചേർന്ന് ഒരു 10, 14, 15 സീറ്റിൽ മത്സരിക്കാം എന്നൊരു ധാരണ ഉണ്ടായാൽ അത്ഭുതപ്പെടാനുമില്ല. അങ്ങനെ മുൻപ് സംഭവിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ആ ഒരു വിൻഡോ ഇപ്പോഴും ഓപ്പണാണ്. ഇപ്പോൾ UDFിൽ പ്രവേശിക്കുന്നില്ല എന്ന് മാണിപുത്രൻ കൃത്യമായി പറഞ്ഞു വെച്ചു. നാളുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി നമുക്ക് പ്രവചിക്കാൻ ആവില്ല. നോക്കൂ, UDFിനുണ്ടായ വളർച്ച, വലിയൊരു വളർച്ച, അത് ഘടകകക്ഷികളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലല്ല, വോട്ട് ശതമാനത്തിൻ്റെ കാര്യത്തിൽ. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എപ്പോഴും UDFിന് ബാലികേറാമലയാണ്, ദുർബലമാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമായി 29.17% വോട്ട്, ചരിത്രത്തിൽ ഏറ്റവും അധികം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയാണ്. കോൺഗ്രസ് പിന്തുണച്ച സ്വതന്ത്രന്മാർ വേറെ.
അതുപോലെ UDF സംവിധാനത്തിന് 39.7% വോട്ടാണ് കേരളത്തിൽ ലഭിച്ചത്. LDF ലഭിച്ചത് 35% അടുപ്പിച്ചുള്ള വോട്ടാണ്. 4%, 5% വോട്ട് ഷെയറിന്റെ വ്യത്യാസമുണ്ട്. കോട്ടയം ജില്ലയിലൊക്കെ അതിനേക്കാൾ കൂടുതലാണ് വോട്ട് ഷെയറിന്റെ വ്യത്യാസം. അതുകൊണ്ട് ഈ ഒരു വ്യത്യാസം തീർച്ചയായും കൂടുതൽ പ്രകടമാകാൻ സാധ്യത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ 86 സീറ്റുകളിൽ 140 അംഗ നിയമസഭയിൽ UDF തദ്ദേശത്തിന്റെ കൃത്യമായ കണക്കുകൾ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ലീഡ് ചെയ്യുന്നു. അത് ഒരു കൃത്യമായ സൂചനയായി കാണുകയാണെങ്കിൽ ഇടതുപക്ഷത്തെ കൂടുതൽ കക്ഷികൾ, കേരള കോൺഗ്രസ് മാണി ഉൾപ്പെടെയുള്ള കക്ഷികൾ മാറി ചിന്തിച്ചു കൂടായികയില്ല. അതുകൊണ്ട് ഈ വീഡിയോയിലെ ഇതിവൃത്തം കൂടുവിട്ട് കൂടുമാറ്റങ്ങളുടെ കാലത്ത് ഈ വരുന്ന ആഴ്ചകളിൽ കൃത്യമായ സീറ്റ് വിഭജനം ഉണ്ടാകാൻ ഇത് വളരെ മുൻപ് തന്നെ ഉണ്ടാകും. കാരണം ഏതാണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂഡിലായി കഴിഞ്ഞു കേരളത്തിലെ ജനത. ഒരു 4 മാസമെങ്കിലും അകലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇനി ഒരു 100 ദിവസം നിർണായകമാണ്. ഒരു 3 മാസം അല്ലെ 100 ദിവസത്തോളം നിർണായകമാണ്. ആ സമയത്ത് അതിനു മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഒരുപക്ഷെ നിലവിൽ വരും. അതിനു മുമ്പ് ക്ഷേമ പദ്ധതികൾ ഏറെ പ്രഖ്യാപിക്കപ്പെട്ടേക്കാം. കൂടുതൽ ജനക്ഷേമപരമായ കാര്യങ്ങൾ ഇടതുപക്ഷം അവനാടിയിലെ അവസാന അസ്ത്രവും എടുത്ത് ഉപയോഗിച്ചു എന്നിരിക്കാം. അപ്പോൾ രണ്ട് കക്ഷികളും LDF മുന്നണിയും UDF മുന്നണിയും ഒരു എക്സ്പാൻഷനിസ്റ്റ് മോഡിലാണ്. NDA പ്രതീക്ഷിച്ച വിജയം നേടിയില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ അഭിമാനകരമായ നേട്ടം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തത്. ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പാൻ കേരള അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ആകെ 1 മാത്രമാണ് ഭൂരിപക്ഷം ലഭിച്ചത്. രാഷ്ട്രീയ പോരാട്ടത്തിൽ NDA മുന്നണിക്ക് കേവലം 14.7% വോട്ടുമായി 3ാം സ്ഥാനത്ത് നിൽക്കേണ്ടി വന്നു. പക്ഷേ BJPക്ക് സാമാന്യം തരക്കേടില്ലാത്ത ഒരു അസ്തിത്വം ലഭിച്ചു. കാരണം BJP മാത്രമാണ് ആ ഭാരം വലിക്കുന്നത്. NDA എന്ന ആ വണ്ടിയുടെ ഭാരം മുഴുവൻ വലിക്കുന്നത്, ഒറ്റയ്ക്ക് വലിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. BDJS വളരെ വളരെ ജൂനിയർ പാർട്ടികൾ ആകെപ്പാടെ 10ൽ താഴെ സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. അതുകൊണ്ട് BJPക്ക് ഏറെ കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാനും സീറ്റുകൾ, തിരുവനന്തപുരം ജില്ലയിലെങ്കിലും ഏതാനും സീറ്റുകൾ നേടിയെടുക്കേണ്ടതുണ്ട്. ശക്തമായ ത്രികോണ മത്സരത്തിന് അന്തരീക്ഷം കേരളത്തിൽ ആകമാനം സൃഷ്ടിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഡബിൾ ഡിജിറ്റിലേക്ക് 10 സീറ്റിലേക്കെങ്കിലും പോകണം എന്ന രീതിയിൽ തന്നെയാണ് BJP കച്ചമുറുക്കി രംഗത്തുള്ളത്. അതുകൊണ്ട് UDF LDF കക്ഷികളെ ഒന്നും തന്നെ BJPയിലേക്ക് ഇപ്പോൾ നിലവിൽ ആകർഷിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പുതിയ ഫോർമുലകൾ തേടുന്ന തിരക്കിലാണ് ഭാരതീയ ജനതാ പാർട്ടി. ഒരുപക്ഷെ അജണ്ട, സ്വർണ്ണക്കൊള്ളയും സ്വർണ്ണപ്പാളി വിവാദവും ഒക്കെ തന്നെ അജണ്ട ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്താം, എങ്ങനെ ഡിഫെൻഡ് ചെയ്യാമെന്ന് LDFും എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് UDFും ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുന്നണികൾ കൂടുതൽ ക്രിസ്റ്റലൈസ് ചെയ്ത് വരുന്നതിൻ്റെ ഒരു ക്രിസ്റ്റൽ ബോൾ ഗേസിംഗ് മാത്രമാണ് ഇപ്പോൾ നടത്തിയത്.